പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കേരളത്തിലെ വെറ്റില കൃഷി പ്രതിസന്ധിയിലോ വെറ്റില കൃഷിയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നുണ്ടോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെറ്റില കർഷകരുടെ പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വില കിട്ടുന്നുണ്ടോ? വില കഴിഞ്ഞ എന്തൊക്കെ 20, 30, 35 ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ഒരു ചാടി നടന്നെടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി വില ഇതുകൊണ്ട് മുതലാവുന്നുണ്ടോ കൃഷി? എവിടെ മുതലാവാന്? പണിക്കൂലിയും മെനക്കേട് കൂലിയും കിട്ടുന്നില്ല. ഒരു കാരണവശാലും മുതലാവത്തില്ല. ഇല്ല. എന്തുകൊണ്ടാണ് ബ്രോക്കർമാർ കളിക്കുവാ? ബ്രോക്കർമാർ കളിയെന്നല്ല, കൃഷി പല രീതിയിലുണ്ട്. കൃഷി കൂടുതലുണ്ട്. പിന്നെ അവരും ശകലം ഉഴപ്പുന്നുണ്ട്, മുതലാളിമാർ ഉഴപ്പുന്നുണ്ട്. എന്താ കിട്ടി നമുക്ക്? അങ്ങനെ കിട്ടി. ഇപ്പൊ ഇന്ന് ഏറ്റവും നല്ല ടോപ്പ് വില എത്രയായിരുന്നു? തുറന്നു പറയാം, ഒരു ടോപ്പ് വിലയല്ല 25, 30, 35, 40 കൂടി ചന്തയിൽ പോകുന്നില്ല. ഒരു കൃഷിക്കാരൻ എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടു അധ്വാനിച്ചു കൊണ്ടുവരുന്ന സാധനത്തിന് യഥാർത്ഥം പറഞ്ഞാൽ എല്ലാത്തിനും വിപണിയുണ്ട്. ഇവിടെ വിപണിയില്ല, ഒരു ഒത്തൊരുമയില്ല, കൃഷിക്കാർക്ക് ഒത്തൊരുമയില്ല. അതിന്റെ ഫലമാണ് 30 എന്ന് പറഞ്ഞാൽ 30 രൂപ കൊടുക്കുക, 25 രൂപ കൊടുക്കുക. ഇത് ഒരു സർക്കാരിന്റെ നിബന്ധനയില് ഒരു ലേലം വെച്ച് പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കൃഷി വകുപ്പൊന്നും പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് കിടന്ന് ഒരു കോലം കാണിക്കല്ലോ, തെറ്റാണ്. കൃഷിക്കാരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ലേലം വെച്ചു 40 തുടക്കം വെക്കണം. അന്നേരം ഈ വിലയില്ലെങ്കിൽ കൃഷിക്കാരന് ഒരു സന്തോഷം വരും. സാറിനറിയോ, നമ്മള് ഒരു കൃഷിക്കാരൻ 100 കെട്ട് വെറ്റ അടുക്കി കെട്ടണമെങ്കിൽ 3 പേരുടെ ജോലിയാണ്. അയാൾക്ക് 1000 രൂപ ആഹാരം കൊടുക്കാൻ രക്ഷയില്ല. ആ 100 കെട്ട് വെറ്റ് കൊണ്ടുവരുമ്പോൾ സാർ നോക്കി 30 രൂപ വെച്ച് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ലാഭം ഉണ്ടെന്ന് പറയാം. അന്നേരം കൃഷിക്കാരനെ ചൂഷണം ചെയ്യുവാണ് ഇവിടെ മുതലാളിത്തമാണ്. മുതലാളിയും അവിടെ ഇവർ എന്നിട്ട് ഈ 1 കെട്ട് വെറ്റ കൊല്ലത്തും കുണ്ട്രയിലും കോഴിക്കോട് കൊണ്ടു കൊടുക്കുന്നത് 100, 150 രൂപയ്ക്കാണ്. ഇവിടെ ഒരു കൃഷിക്കാരന് കിട്ടുന്നത് 30, 40 രൂപയാണ്. ഇതൊരു പരിഹാരം കാണേണ്ടത് ഗവൺമെന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, നമ്മുടെ കൃഷിഭവന്റെ അധീനയിലെ ഏറ്റവും വലിയ ചന്തയാണ് പറക്കോട്ടെ. ഏറ്റവും വലിയ ഇവിടുന്ന് നമ്മളെ ഇവിടുന്ന് ഈ കരുതുരുട്ടി നമ്മൾ ഇവിടെ തെന്മല കരുതുരുട്ടി പോലെ ഈ നമ്മുടെ യഥാർത്ഥ കൊല്ലം ജില്ലയുടെ ഒരു പകുതി ഭാഗം കൊറോണ വന്ന ചന്ത മുടങ്ങി ഈ പറക്കോട്ടെ ചന്തല വരുന്നത്. ഈ ചന്തയിലെ ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ഇതിനകത്ത് ഒരു സർക്കാർ ഇടപെട്ട് അതിന്റെ നീതമായ രീതിയിൽ കൃഷിക്കാരന് ഉപകാരം ചെയ്തില്ല ഞങ്ങൾ കൃഷിക്കാരൻ നയിച്ചു പോകത്തുള്ളൂ. അവിടെ നിങ്ങൾ ബഹുമാനപ്പെട്ട നിങ്ങൾ ചാനൽമാരെ നിങ്ങളാണ് ഞങ്ങൾക്ക് പ്രയോജനം. നിങ്ങൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. ഓക്കെ, താങ്ക് യു. 30-40 രൂപ വില ഇന്ന് മാത്രമാണ് ഈ വില വന്നത്. ഇന്ന് 50 രൂപ, ഇന്ന് 50, 60 ഒക്കെ നടന്നു പറയുന്നു. അതുകൊണ്ട് മുതലാവത്തില്ല. ശരാശരി 50 രൂപ വെച്ച് കിട്ടിയാൽ അതും കിട്ടുന്നില്ല. അതേ സമയം വരെ 25 രൂപ, 30 രൂപ വില കുറഞ്ഞ ഇടനിലക്കാരാണോ? പിന്നല്ല, ഇവ കൊണ്ട് കൃഷിക്കാരെ കൊണ്ടുവന്ന് കച്ചവടക്കാരുടെ അടുത്ത് കൊണ്ടുവച്ച് നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടായതെന്താ? അതില്ല, അത് കൃഷിക്കാരന് ഒത്തൊരുമയില്ല, കൃഷിക്കാരൻ ഒത്തൊരുമയില്ല, സഹകരണമില്ല. കൃഷിക്കാരനുണ്ട്, ഈ കച്ചവടക്കാർക്കുണ്ട്. വില നിശ്ചയിക്കുന്ന അവരാണ്, കച്ചവടക്കാരാ വില നിശ്ചയിക്കുന്നത്. ഇച്ചിരി വെറ്റ കൂടുതൽ വന്നാൽ അന്ന് വിലയില്ല, വെറ്റ കുറവാന്നോ അന്ന് വില കൂടുന്നു. അപ്പൊ കച്ചവടക്കാരില്ലേ വില നിശ്ചയിക്കുന്നത്? ഞങ്ങള് ഒരു എന്നും ഇതിന് ജോലിയാ. കർഷകന് എപ്പോഴും അതിനകത്ത് വേണം. കർഷകന് 7 ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്, 7ാമത്തെ ദിവസം കൊണ്ടുവരുന്നത്. ആ 7 ദിവസത്തെ പിന്നെ കൂലി കിട്ടണോ? കിട്ടത്തില്ല. കഴിഞ്ഞ ചന്തയ്ക്ക് 20 രൂപ മുതൽ 40 രൂപ വരെ വില നടന്നു. ഈ ചന്തയ്ക്ക് മാത്രം 10 രൂപ കൂടുതൽ കിട്ടി. ശരാശരി 50 രൂപ കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്. 50 രൂപ കിട്ടിയാലും ഞങ്ങൾക്ക് നഷ്ടമാണ്, ജോലിക്കൂലി കണക്ക് കൂട്ടുമ്പോൾ. എല്ലാ കൃഷിക്കാരാ മാർക്കറ്റിൽ വരുമ്പോ ഈ സാധനം കൊണ്ടുവരുമ്പോ കൃഷിക്കാരാ. അപ്പോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറേച്ച് ചെയ്യുന്നവരാ. ഈ പമ്പനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 500 മൂടിന് വരെ 2000 മൂട്, 3000 മൂടൊക്കെ ഇട്ട് ആഴ്ചയിൽ 2 ദിവസവും ഒരുപാട് വെറ്റില ഇവിടെ കൊണ്ടുവരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് വെറ്റില മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് വില കുറയും. ഇവരൊക്കെ സാധാരണ ഒരു മീഡിയത്തിൽ എല്ലാം വർഷങ്ങളിൽ സ്ഥിരമായിട്ട് മീഡിയത്തിൽ ഇട്ട് പോകുന്നവരാ. അതുകൊണ്ട് പ്രശ്നമല്ല. അപ്പൊ അതാണ് ഈ പ്രശ്നം വരുന്നത്. ഇവരെ ഈ കൃഷിക്കാരുടെ വില ഇല്ലാതാക്കുന്നത് ഈ കൃഷിക്കാരുടെ വമ്പന്മാർ തന്നെയാണ്. അത് വെളിയിൽ വേറെ ആരും അല്ല, കച്ചവടക്കാർക്കല്ല. കച്ചവടക്കാർക്ക് വില കുറച്ച് കിട്ടണമെന്ന് യാതൊരു ആഗ്രഹമില്ല. ഇവിടെ കച്ചവടക്കാർ ഞങ്ങൾക്ക് ഒരു 1000 കെട്ട് വെറ്റ വേണമെങ്കിൽ ഇവിടെ 3000 കെട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു പരിധിക്കപ്പുറത്ത് എടുക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഇതാണ് ഒരു പ്രശ്നം വരുന്നത്. അല്ലാതെ കൃഷിക്കാരെ ദോഷപ്പെടുത്തണമെന്ന് ഒരു കച്ചവടക്കാർക്കും ഇല്ല. കൃഷിക്കാർക്ക് എപ്പോഴും കച്ചവടക്കാർക്ക് എപ്പോഴും ഏത് സമയത്തും നല്ല വില നിൽക്കണമെന്നാണ് കച്ചവടക്കാർക്ക് ആഗ്രഹം. കൃഷിക്കാരുടെ ഇടയ്ക്കുള്ള വമ്പന്മാരുണ്ട്, അവരാണ് ബാക്കിയുള്ള കൃഷിക്കാരെ കൂടെ ഇല്ലാതാക്കുന്നത്. വെറ്റില കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ദുരിതത്തെപ്പറ്റി ഈ കർഷകർ വളരെ ശോഭത്തോട് തന്നെയാണ് വാർത്ത 24 പ്രതികരിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് വേണ്ട കൂട്ടായ്മ ഇല്ല എന്നുള്ളതാണ് ഈ ചൂഷണം നടക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല.
ഈ ഇടനിലക്കാർ ഈ കർഷകരുടെ കയ്യിൽ നിന്ന് വെറ്റ വളരെ തുച്ഛമായ വിലയിൽ വാങ്ങുന്ന ഒരു നിലയാണ് ഈ പറക്കോട് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ വലിയ പ്രതിഷേധത്തിലാണ് ഈ വെറ്റില മാർക്കറ്റിലെ പറക്കോട് കർഷകർ. ഈ പറക്കോട്, പത്തനാപുരം, പന്തളം, അടൂർ, പത്തനംതിട്ട അടക്കമുള്ള വിവിധ മേഖലയിൽ നിന്നും വെറ്റയുമായി ഈ കർഷകർ കടന്നു വരുന്നൊരു മാർക്കറ്റാണ് പറക്കോട്. പക്ഷേ അവർക്ക് വേണ്ട രീതിയിലുള്ള വില ലഭിക്കുന്നില്ല എന്നൊരു പരാതിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർഷകർ വാർത്ത 24 പറഞ്ഞത്. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും കൃഷി വകുപ്പും അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ ഇടപെടുന്നില്ല എന്നും ഇതിന് ഒരു സ്ഥിര വില നൽകുന്നതിനാവശ്യമായ ഒരു വെറ്റില വിപണി ഇവിടെ ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കർഷകർ ഞങ്ങളോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ ഈ വെറ്റില കൃഷിയുമായി ബന്ധപ്പെട്ട് ഈറ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും ഈ ആളുകൾ നമ്മളോട് പറയുകയുണ്ടായി. കൃത്യമായ രീതിയിൽ അവർക്ക് ഈറ ലഭിക്കുന്നതിന് ആവശ്യമായ നടപടി ഗവൺമെൻറ്റിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ഭാഗത്ത് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ വെറ്റില കൃഷിക്ക് കൃത്യമായ രീതിയിലുള്ള സ്ഥിരവില ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ അടൂർ പറക്കോട് നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി, വാർത്ത 24.